സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അങ്ങനെ ഈ ഒരു വർഷത്തെ 2024 മാർവലിൻ്റെ വൺ ഓഫ് ദി സീരീസ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു സീരീസിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡിൽ മാത്രമേ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. സോ മാർവലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ലെന്നാണ് ഞാൻ ഈ ഒരു സീരീസ് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ആ 2 എപ്പിസോഡ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സൂര്യാടെന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ അബറാദി ആൻഡ് ടുഡേ ഐ ആം ടോക്ക് അബൌട്ട് അഗാധ ഹൗസ് ഓഫ് ആർഗ്നസ്. Agatha, Queen of Chaos. Agatha, all alone. Follow me, my friend, to glory. So guys, Agatha, House of Argnus. ഇതിൻ്റെ പേരെന്തായിരുന്നു? Agatha, all alone. So guys, Agatha, all alone. സോ മാർവലിൻ്റെ തന്നെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ് Agatha, all alone എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5-6 വട്ടം ഈ ഒരു സീരീസിൻ്റെ പേര് മാറ്റിയത് കാരണം ഇപ്പോഴും കൺഫ്യൂഷനാണ് ശരിക്കുള്ള ഈ സീരീസിൻ്റെ പേരെന്താണെന്ന്. സോ അതാണ് ഈ ആദ്യം മുതൽ തന്നെ എനിക്ക് ഈ കിടന്ന് തെറ്റുന്നത് മൊത്തം. ആൻഡ് ശരിക്കും ഈ ഒരു സീരീസിന് ഇപ്പോൾ കൊടുത്തിട്ടുള്ള പേര് എന്ന് പറയുന്നത് അഗാധ ഓൾ അലോങ് എന്നാണ്. സോ ആൻഡ് ഈ ഒരു സീരീസിലെ ആദ്യത്തെ 2 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തന്നെയാണ് അവർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ടോട്ടൽ ഏകദേശം ഒരു 9 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിന് അവർ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഈ ഒരു 2 എപ്പിസോഡ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ഒരു ടോട്ടൽ റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഈ ഒരു സീരീസ് കണ്ടതിന് ശേഷം ഒരു പ്രോപ്പർ റിവ്യൂ തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. പണ്ട് ഇതുപോലൊരു സാധനം ഞാൻ ചെയ്യണമെന്ന് കരുതിയതാണ്. ആ സീക്രട്ട് ഇൻവെൻഷന് വേണ്ടി അവസരം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ എടുത്ത് താഴെ തല്ലാനാണ് എനിക്ക് തോന്നിയത്. സോ ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യത്തില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. സോ ഇനി ഈ ഒരു സീരീസ് കണ്ടുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിലോട്ട് തന്നെ കിടക്കാം. സോ ഇനി ആദ്യത്തെ 2 എപ്പിസോഡുകൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത 2 എപ്പിസോഡുകളാണ് ഈ ആദ്യത്തെ 2 എപ്പിസോഡുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് പൈലറ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വലിയ കാര്യങ്ങളായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ പോലും എങ്ങോട്ടാണ് ഈ കഥയുടെ പോക്ക്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർക്ക് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് എപ്പിസോഡിനെ കുറിച്ച് പറയുമ്പോൾ പക്ഷേ ഒരു ഹൈപ്പ് നിലനിർത്തുന്ന ടൈപ്പിലുള്ള ഒരു എപ്പിസോഡായിരുന്നു സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത്. അതിന് അവസാനത്തെ ഒരു 5 മിനിറ്റ് ആ ഒരു സാധനം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഇത് കാണാൻ തുടങ്ങിയോണ്ടായിരിക്കണം ആ അവസാനത്തെ ഒരു 5-10 മിനിറ്റിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നൈസായിട്ട് തോന്നി. സോ ഈ ഒരു സീരീസ് ടോട്ടൽ ഒരു ഫാൻറ്റസി കോമഡി ഹൊറർ മോഡിലാണ് ഈ ഒരു സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അത്രയ്ക്ക് റേഞ്ച് ഹൊററൊന്നും അല്ല, എന്നാൽ പോലും ഒരു ഹൊറർ തീമിലാണ് ഈ സാധനം പിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ഡാർക്ക് മൂഡിലാണ് ഈ സീരീസ് A2 പോകാനായിട്ട് പോകുന്നത്. അതിന് ട്രെയിലർ കണ്ടിട്ട് ഫുൾ ഓൺ ഡാർക്ക് മൂഡാണ് എന്നാണ് തോന്നുന്നത്. ഫസ്റ്റിലത്തെ 2 എപ്പിസോഡ് ഒരു ഡാർക്ക് മൂഡിലാണ് സാധനം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മാർവലിൻ്റെ ഒരു ഡാർക്ക് വേൾഡ്, ഡാർക്ക് വേൾഡ് എന്ന് ഉദ്ദേശിച്ചത് ആ ടൈപ്പല്ല. മാർവലിൻ്റെ ഒരു ഡാർക്ക് ഏരിയാസ് ഉണ്ട്. ഈ പറയുന്ന പോലെ വിച്ചസും വിസാർഡ്സിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വിസാർഡ്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുഡ് മാജിക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് മൂവിയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഡാർക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കൂടെ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് വാണ്ടാവിഷനിലൂടെ മാത്രമായിരുന്നു. അതേപോലെ തന്നെ മൾട്ടിവേഴ്സ് ഓഫ് മാനസ് സിനിമ അതിനകത്ത് ഒരുപാടധികം അവർ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ നമ്മൾ വാണ്ടാവിഷൻ കണ്ടതിനേക്കാളിലും കുറച്ചും കൂടെ ഡാർക്ക് മൂഡിലാണ് ഇവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മാർവലിൻ്റെ ഒരുപാട് വിച്ചസ് ബേസ് ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഒരു സീരീസ് മുഖാന്തരം അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ തീരും എന്നുള്ള കാര്യങ്ങൾ ഈ സീരീസ് തീരുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മൾ എന്താണോ വാണ്ടാവിഷനിൽ കണ്ടത് ആ കാര്യങ്ങൾ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ സീരീസിൽ നിന്ന് കാര്യങ്ങൾ നടക്കുന്നത്. ഓർമ്മ നഷ്ടപ്പെട്ട് കിടക്കുന്ന അഗാധ എങ്ങനെ ഓർമ്മകൾ തിരിച്ചെടുക്കുകയും തുടർന്ന് തൻ്റെ ശക്തികളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി പുള്ളിക്കാരി നടത്തുന്ന ഒരു ജേണിയാണ് ഈ സ്റ്റോറി എന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ വാണ്ട മരണപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇവിടെ പലയിടങ്ങളായി ഹിൻഡ് ചെയ്തിട്ടാണ് ഈ സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വാണ്ട ബേസ് ചെയ്ത് വരുന്ന പല ക്യാരക്ടേഴ്സും നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ചില ക്യാരക്ടേഴ്സൊക്കെ വരാം. മേ ബി അത് പറഞ്ഞ് ചിലപ്പോൾ സ്പോയിലർ ആവും, ചിലപ്പോൾ എൻ്റെ ഊഹം മാത്രമാകാം, ഒന്നും അറിയത്തില്ല. സോ ആദ്യത്തെ 2 എപ്പിസോഡുകൾ ഭയങ്കര തരക്കേടില്ലാത്ത 2 എപ്പിസോഡുകളാണ്. എന്നാൽ ഈ ഒരു 2 എപ്പിസോഡിനെ വിശ്വസിച്ച് ബാക്കിയുള്ളത് നല്ലതാകുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. മാർവലാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ള ചരിത്രം മാർവലിനുണ്ട്. ആദ്യത്തെ 1-2 എപ്പിസോഡുകളൊക്കെ നല്ലതാക്കിയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് കുളവാക്കുന്ന പരിപാടി അത് മാർവലിനുള്ളതാണ്. പണ്ടത്തെ മാർവലല്ല, ഇപ്പോഴത്തെ മാർവലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അതേപോലെ തന്നെ നാളെ ഇനി സെപ്റ്റംബർ 20 നാളെ ഇതുപോലെ നമ്മുടെ ബാറ്റ്മാൻ മൂവി ബാറ്റ്മാൻ 2022 എന്ന് പറയുന്ന ആ ഒരു റോബർട്ട് പാറ്റിസന്റെ സിനിമയുടെ ഒരു സീക്വൽ സീരീസ് ആയിട്ട് വരാൻ പോകുന്ന ഫെങ്കിൻ സീരീസ് നാളെ റിലീസാണ്. ഈ പറയുന്നത് ജിയോ സിനിമയിലൂടെയാണ്. സോ ആ ഒരു സീരീസ് മൊത്തം കണ്ടിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ റിവ്യൂ ഇടാനായിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. പറ്റുമെന്ന് അറിയത്തില്ല,
സമയം കിട്ടുവാണെങ്കിൽ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഈ സീരീസ് കണ്ട് തീർത്തിട്ട് റിവ്യൂ ഇടണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ പറയാൻ വേണ്ടി ശ്രമിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ചെന്നുള്ളത് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. സോ ഇതിൽ നല്ലൊരു എപ്പിസോഡ് കാണാത്ത പ്രതീക്ഷയോടെ ദിസ് ഈസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഓൺ വിത്ത് AK Spoke മലയാളം.